ഇന്ന് ക്രൈസ്തവർ പെസഹ ആഘോഷിക്കുകയാണ്. എന്താണ് പെസഹായുടെ പിന്നിലെ കഥയെന്ന് ഒന്ന് നോക്കിയാലോ. എബ്രഹാമിന്റെ കൊച്ചുമകനായ യാക്കോബിന് 12 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം ഭാര്യയിൽ ജനിച്ച ജോസഫിനോട് ആദ്യ ഭാര്യയുടെ മക്കൾക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നതിനാൽ അവർ അവനെ കിണറ്റിൽ തള്ളിയിട്ട് ഉപേക്ഷിച്ചു പോയി. അതുവഴി വന്ന ഒരു ഈജിപ്ഷ്യൻ കച്ചവട സംഘം അവനെ അടിമയാക്കി പിടിച്ചുകൊണ്ടു പോവുകയും ഫറോവയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഫറോവ ജോസഫിന് കൊട്ടാരത്തിൽ ജോലിയൊക്കെ കൊടുത്തു. അങ്ങനെയിരിക്കുമ്പോൾ ഇസ്രായേലിൽ വലിയ ക്ഷാമം ഉണ്ടാകുന്നു. അപ്പോൾ ജോസഫ് സഹോദരന്മാർക്കും പിതാവിനും ഈജിപ്തിൽ വന്ന് താമസിക്കാനുള്ള വിസയൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് അവർ ഈജിപ്തിലെത്തുന്നത്. ഈ ജോസഫിന്റെ സഹോദരനായ ലേവിയുടെ പുത്രനാണ് കൊഹാത്ത്. കൊഹാത്തിന്റെ മകനായ അമ്രാമിന്റെ മകനാണ് മോശ. ഈ മോശയുടെ കാലമായപ്പോൾ ഇസ്രായേലുകാർ ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോരാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഫറോവ അവരെ വിടാൻ തയ്യാറാവുന്നില്ല. ഇസ്രായേലുകാർ യഹോവയുടെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരായതിനാൽ യഹോവ ഇടപെടുന്നു. ഈജിപ്തുകാർക്ക് 8ന്റെ പണിയും കഴിഞ്ഞ് 9ന്റെ പണിയും കഴിഞ്ഞിട്ടും യഹോവയുടെ പണി ഒന്നും ശരിക്കേറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, ഇസ്രായേലുകാർ ഇന്ന് ഒരു ആടിനെ കൊന്ന് അതിന്റെ ചോര വാതിൽ പടിയിൽ പുരട്ടണം. രാത്രി ഞാൻ എൻ്റെ കൊട്ടേഷൻ ടീമിനെ വാളുമായി അയക്കും. ചോരയുള്ള വീട് കാണുമ്പോൾ അത് നമ്മുടെ ടീമിൻ്റെ ആണ് എന്ന് ദൂതന് മനസ്സിലാവും. അല്ലാത്ത വീടുകൾ ഈജിപ്തുകാരുടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കൊട്ടേഷൻ ടീം ആ വീട്ടിലുള്ള കുട്ടികളെ മുഴുവൻ വെട്ടിക്കൊല്ലും. നാളെ നേരം വെളുക്കുമ്പോൾ ഈജിപ്തുകാരുടെ കുട്ടികൾ എല്ലാവരും മരിക്കും. അത് കണ്ട് പേടിച്ച് ഫറവോ നിങ്ങളോട് പൊക്കോളാൻ പറയും. ഈ സംഭവത്തിന്റെ ഓർമ്മ ദിവസമാണ് പെസഹ. ഇനി ബൈബിളിൽ പറയുന്നത് ഈ പെസഹായ്ക്ക് ശേഷം ഇസ്രായേൽക്കാർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ രക്ഷപ്പെട്ടവർ ഏകദേശം 25 ലക്ഷം പേര് ഉണ്ടാവുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. യാക്കോബിന്റെ മകനായ ലേവി മുതൽ മോശ വരെ വെറും 3 തലമുറ മാത്രമേ ഉള്ളൂ. യാക്കോബ് മുതൽ കണക്കാക്കിയാൽ 4 തലമുറ. ഈ 4 തലമുറയ്ക്കിടയിൽ ഉണ്ടാവാവുന്ന ആളുകളുടെ എണ്ണം 10ഓ 100ഓ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇതാണ് പിന്നീട് 25 ലക്ഷമാക്കി തള്ളിമറിച്ചത്. ചുരുക്കത്തിൽ പട്ടിണി കിടന്ന കാലത്ത് വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണവും താമസ സൗകര്യവും ജോലിയും ഒക്കെ കൊടുത്ത നാട്ടുകാരുടെ കുഞ്ഞുങ്ങളെ യഹോവ കൊട്ടേഷൻ ടീമിനെ വിട്ട് കൊന്നതിന്റെ ഓർമ്മ ദിവസമാണ് പെസഹ.